മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. നടി ഐശ്വര്യ ചന്ദ്രനെതിരെ വിമർശനവുമായിട്ട് നടി തസ്നിഖാൻ രംഗത്തെത്തിക്കുകയാണ്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ നാട് മുഴുവൻ വെള്ളം കയറി കിടക്കുമ്പോൾ ഇങ്ങനെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതും അതുപോലെ അമ്മായിയപ്പനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ പോയതും ഇതിനൊക്കെ പുറമേ ആയിട്ട് തുലാഭാരം നടത്തിയതും അതിനെല്ലാത്തിനും പുറമേ ആയിട്ട് ആളൊരു ഉദ്ഘാടനം കൂടി പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും അതാത് ആൾക്കാരെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടാണ് ആൾ പോയിട്ടുള്ളത്. അപ്പോൾ ആൾ ഫുഡ് കഴിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ ഹെലികോപ്റ്ററിൽ പോയാലോ ഒന്നും നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എന്നല്ല, വിമർശനങ്ങൾ വെക്കാം. പക്ഷേ ആൾക്ക് ആളുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട് അതിനകത്ത്. ഏറെക്കുറെയൊക്കെ ന്യായീകരണങ്ങൾ സത്യവുമാണ്. പക്ഷേ വേറൊരു കാര്യം, ഇത്രയും ദുരിതപ്പെയ്ത്തിലിരിക്കുമ്പോൾ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും ദുരിതത്തിലാണ്ട് നിൽക്കുമ്പോൾ ഒരു ഉദ്ഘാടനം അതിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രി ഒഴിവാക്കാമായിരുന്നു. ആ ഒരു ഉദ്ഘാടനം മുഖ്യമന്ത്രിക്ക് ഒഴിവാക്കാമായിരുന്നു. അത് മാറ്റിവെക്കാവുന്നൊരു കേസേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയത്. പറഞ്ഞു വന്ന വിഷയം അതല്ല, വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അതായത് മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ ചടങ്ങിലെ നടി ഐശ്വര്യ ധരിച്ചിട്ടുള്ള ഒരു വസ്ത്രമാണ് തസ്നിഖാനെ ചൊടിപ്പിച്ചത്. എന്നിട്ട് തസ്നിഖാൻ ഇട്ടിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ട്. അതിനു മുമ്പായിട്ട് ഈ ഒരു പങ്കെടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ വീഡിയോ. കണ്ടല്ലോ, ഇതാണ് ആ ഒരു ഡ്രസ്സ്, ആ ഒരു വസ്ത്രം. ഇനി ഇതിനെതിരെ തസ്നിഖാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ വായിച്ചു തരാം. എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവുമുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്ന സദസ്സിലെ, ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള സദസ്സിലെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചു വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. വളരെ അന്തസ്സായിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തസ്നിഖാനെ പിന്തുണച്ചുകൊണ്ട് എന്താ പറയുക, ഒരുപാട് കമൻസാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഐശ്വര്യക്കെതിരായിട്ടും തസ്നിഖാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമാണ് നിലവിലെ കമൻസുകളുടെ ഒരു പ്രവാഹം. അപ്പോൾ ഈ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നതാണ്. പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ ഇതിന് കുറച്ച് നാൾ മുമ്പ് മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ട് ഷെഫീന ബീവി നടത്തിയിട്ടുള്ള പരാമർശവും വിവാദവും ഞാൻ ഷെഫീന ബീവിക്കെതിരായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് ഭയങ്കരമായിട്ട് തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് നമ്മൾ ഇന്നത് പാടില്ല എന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. തസ്നിഖാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും, ഇത് കൂടിച്ചേരുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന നേർത്ത ചാലുകളുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള വസ്ത്രം അത് ധരിക്കരുതെന്നായിരിക്കും തസ്നിഖാൻ ഉദ്ദേശിച്ചത്. എനിവേ, എന്തായാലും അത് നല്ലൊരു കാര്യങ്ങൾ, അതിന് നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം പറയാൻ ഒരാളല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു തീരുമാനം ഞാനിവിടെ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ ചിലപ്പോൾ കമൻറ്റ് ബോക്സുകളിൽ തെറി കൊണ്ട് മൂടാനും സാധ്യതയുണ്ട്. ഒട്ടുമിക്ക പരിപാടികളിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തസ്നിഖാൻ ധരിച്ചിട്ടുള്ളത് ചുരിദാറുകളാണ്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിലെ തസ്നിഖാനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. അത് വസ്ത്രം ധരിക്കുക എപ്പോഴും അവരവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അതുപോലെ അഭിപ്രായങ്ങൾ പറയുക അവരവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാനൊരു സ്വാതന്ത്ര്യമുള്ള പോലെ വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് നമുക്ക് കൈകടത്താൻ സാധിക്കില്ല. ഓക്കെ, എനിക്കിത്രേ പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.